ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഉണ്ട, കൊഴുക്കട്ട എന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല വറുത്ത് പൊടിച്ച അരിപ്പൊടി, നൈസായിട്ടുള്ള പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ, അതൊരു 3 കപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂണ് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. പച്ചവെള്ളം ഉപയോഗിച്ച് നമുക്ക് കുഴച്ചെടുക്കാം, പക്ഷേ അതിങ്ങനെ ഭയങ്കര ഹാർഡാകും. പെട്ടെന്ന് ചൂടോടെ കഴിക്കണം, തണുക്കുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ട് ഹാർഡായി പോകും. നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇത് കുറച്ച് നേരം നമുക്ക് ഇരുന്നാലും ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നല്ല തിളച്ച വെള്ളം എടുക്കുന്നത് കേട്ടോ. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇത് നല്ല ചൂടായതുകൊണ്ടാണ് ഞാൻ ആദ്യം സ്പൂണും കൊണ്ട് ഇളക്കുന്നത്. അതിനുശേഷം കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയതാണ്. ഞാനൊരു 2 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ ശർക്കര ഇങ്ങനെ ചിരണ്ടി ചേർക്കുവാണ്. ഇത് ഒട്ടും കല്ലും കരടും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്, അതുകൊണ്ട് ഞാൻ ചിരണ്ടി ചേർക്കുന്നത്. ഇനി കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഇത് ചിരണ്ടിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഉരുക്കിയെടുക്കണം, അലിയിച്ചെടുക്കണം, തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഊറ്റിയിട്ട് ഇത് ഇങ്ങനെ വെള്ളം വറ്റിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ നല്ല ശർക്കര ആയതുകൊണ്ട് ഞാനിങ്ങനെ ചിരണ്ടി ചേർക്കുവാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ചിരണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും 1 ടീസ്പൂണ് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ആ മാവിൽ നിന്ന് ഒരു ശകലം എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഈ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ പോലെ ആക്കിയെടുക്കണം കേട്ടോ. ഒരേ കട്ടിയിൽ പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫില്ലിങ്ങിന് നടുക്കോട്ട് വെച്ച് കൊടുക്കാം, ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി കൈകൊണ്ട് വീണ്ടും നമുക്കിങ്ങനെ ഉരുട്ടി ഷേപ്പാക്കിയെടുക്കാം. എല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആവിപാത്രത്തിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആവിപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ഓരോ ഉണ്ടകൾ ഇങ്ങനെ പെറുക്കി വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ഇനി ഒരു 15-20 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ആവി പറക്കുന്ന ഉണ്ട ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
കണ്ടില്ലേ? അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.